ഒരു പുതിയ വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. അമേരിക്ക ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാൻ വേണ്ടി $21 മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200 കോടിക്ക് 180-190 കോടി രൂപ ഇന്ത്യയിലേക്ക് കൊടുത്തു. ഇത് എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, സർക്കാരിൻ്റെ കാര്യക്ഷമത പരിശോധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അവർ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടി $480 മില്യൺ കട്ട് ചെയ്തു. അതിൽ നിന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ബംഗ്ലാദേശിന് $29 മില്യൺ കൊടുത്തു, അവിടെ സർക്കാർ വീണു. നേപ്പാളിൽ $20 മില്യൺ കൊടുത്തു, അവിടെയും ഭരണമാറ്റം ഉണ്ടായി. ഇന്ത്യയിലേക്ക് $21 മില്യൺ കൊടുത്തു. ആർക്ക് കൊടുത്തു? BJP പറയുന്നത് ഞങ്ങൾക്കല്ല കിട്ടിയത്, പിന്നെ ആർക്കായിരിക്കും കിട്ടിയിരിക്കുക? അല്ല, ഈ വോട്ടർ ടേൺ ഔട്ട് കൂട്ടാനായിട്ട് ആണ് ഇത് കൊടുത്തതെന്ന് പറയുന്നു. എവിടെ ആരുടെ വോട്ടർ ടേൺ ഔട്ട് കൂട്ടി ഇതൊന്നും ആർക്കും അറിയില്ല. നമ്മളാരും ഇത് കണ്ടിട്ടില്ല. ആരെങ്കിലും വീട്ടിൽ വോട്ടർ ടേൺ ഔട്ട് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂട്ടുക, ജനാധിപത്യം. അല്ല, ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അതാ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ സംഭവം. ഈ ജനാധിപത്യം നിലനിർത്താനായിട്ട് വോട്ടർ ടേൺ ഔട്ട് കൂട്ടുക. വോട്ടർ ടേൺ ഔട്ട് കൂട്ടാൻ പലവിധ മാർഗങ്ങളുണ്ട്. കള്ളവോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട മാർഗങ്ങളുമുണ്ട്, നേരായ മാർഗങ്ങളുമുണ്ട്. നേരായ മാർഗങ്ങളിൽ ഇവരാരും ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. കാരണം വർഷം കുറേയായി ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നു പല സ്ഥലങ്ങളിൽ. ഞാൻ മാറി കേരളത്തിൽ പല സ്ഥലത്ത് താമസിച്ചിട്ടുള്ളവനാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയും പലപ്പോഴും ചെയ്യാതിരിക്കാൻ പറ്റുകയും ഒക്കെ സംഭവിച്ചിട്ടൊക്കെയുണ്ട്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാനിവരെ കാണണ്ടേ, ഈ വോട്ടർ ടേൺ ഔട്ട് കൂട്ടുന്നവർ? അവരുടെ ഒരു പരസ്യമോ പ്രചരണമോ ലഘുലേഖയോ അങ്ങനെ എന്തെങ്കിലും കാണണ്ടേ? ഒന്നുമില്ല. അപ്പോൾ ഈ പൈസ പോയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അന്നത്തെ 2012 UPA കാലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന SY ഖുറേഷി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്നു, എനിക്ക് കാശൊന്നും കിട്ടിയിട്ടില്ല, ഇലക്ഷൻ കമ്മീഷന് കാശ് കിട്ടിയിട്ടില്ല. പിന്നെ ആർക്ക് കിട്ടി? അല്ല, അപ്പോൾ ഇത് കാശായിട്ടല്ല, VKN പറഞ്ഞ പോലെ നെല്ലായിട്ടും ഒക്കെ കൊടുക്കും. ഇത് കാശായിട്ട് മാത്രമൊന്നുമല്ല, ക്യാഷ് ആൻഡ് കൈൻഡ്. അപ്പോൾ ഖുറേഷി കാശ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കാശ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമാണ് അതിനർത്ഥം. അത് ഫ്ലാറ്റായിട്ടോ വണ്ടിയായിട്ടോ മറ്റേതായിട്ടോ ഒക്കെ അങ്ങനെയാകാം. ബട്ട് ഈ ഇലക്ഷൻ കമ്മീഷന് കാശ് കൊടുത്തിട്ട് പ്രയോജനമില്ല. ഇലക്ഷൻ കമ്മീഷൻ ആൾക്കാർ കുറ്റം പറയാറുണ്ടല്ലേ, അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ഒരർത്ഥവുമില്ല. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കൊന്നും തെരഞ്ഞെടുപ്പിൽ ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ജില്ലാ കളക്ടർമാർക്കാണ്. അവരാണ് ഭരണാധികാരികൾ. അവർക്ക് നോമിനേഷൻ പേപ്പർ തള്ളുക, അത് ഇത് ചെറിയൊരു ഒപ്പ് തിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നോമിനേഷൻ പേപ്പർ തള്ളി മനുഷ്യനെ ഉപദ്രവിക്കാം. പിന്നെ അവർക്ക് തെരഞ്ഞെടുപ്പ് കേസുമായിട്ട് ഹൈക്കോടതി പോവാം. അതിൻ്റെ വിധി വരുമ്പോഴത്തേക്ക് 2 തെരഞ്ഞെടുപ്പുകൾ വേറെ കഴിഞ്ഞിരിക്കും. ഇതാണ് സംഭവം. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനൊന്നും ഇത് വാങ്ങി കാണുന്നില്ല. മറ്റു രീതിയിലുള്ള എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾ, നരേറ്റീവ് ഉണ്ടാക്കുക, ഇതുപോലത്തെ കാര്യങ്ങൾക്കാണ് ഈ കാശ് പോകുന്നത്. അല്ല, BJP ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷന് കിട്ടിയ അതിന് ഓഡിറ്റും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ 200 കോടിക്കടുത്ത് അല്ലെങ്കിൽ 180-190 കോടി രൂപ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കൃത്യമായും അത് കോൺഗ്രസിന് കിട്ടി. ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ ഇവിടെ നടന്ന കർഷക സമരങ്ങൾ ഉൾപ്പെടെയുള്ള ഇതിനൊക്കെ ഈ ഫണ്ട് പോയിട്ടുണ്ട് എന്നാണ് BJP ഇപ്പോൾ ആരോപിക്കുന്നത്. ആയിരിക്കാം, പോയിട്ടുണ്ടായിരിക്കാം. കാരണം അതൊക്കെ ഹൈലി ഫൈനാൻസ് ചെയ്യപ്പെട്ട സമരങ്ങളായിരുന്നു. കർഷക സമരം, ആൻറ്റി CAA, ഇതെല്ലാം ഫൈനാൻസ് ചെയ്ത സമരങ്ങളാണ്. ഇടയ്ക്ക് കണ്ടില്ലേ, JNUവിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ, ചെന്നൈ IITയിൽ ചില പ്രത്യേക സ്ഥാപനങ്ങളുണ്ട്. അവിടെ പെട്ടെന്ന് സ്റ്റുഡൻറ്റ് അൺറസ്റ്റ് ഉണ്ടാകും. എന്തെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുക, അത് ഇതൊക്കെ. ഇന്നിപ്പോൾ കേരളത്തിൽ എത്ര പേര് തല്ലിക്കൊല്ലുന്നു, എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു പിള്ളേർ? എന്താ ബഹളം നടക്കാത്തത്? ബട്ട് ഹൈദരാബാദിൽ ആരാ? രോഹിത് വെമുല. അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ നാട് നിങ്ങൾ തീവെപ്പും ബഹളമായിരുന്നു. അപ്പം അത് ഫൈനാൻസ്ഡ് ആയിട്ടാണ്. അത് ദളിത് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊന്നുവെന്നായിരുന്നു അവസാനം റിപ്പോർട്ട് വന്നപ്പോൾ. ആ കുട്ടിയുടെ ജാതി സ്റ്റാറ്റസ് വേറെയാണ്. അല്ല, ഇതൊക്കെ ഇത്തരം പൈസ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ കൃത്യമായിട്ട് ഇത് ആർക്ക് പോയി എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ വിവരമുണ്ടാകണം. ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു സംഭാവനയാണ്. ഇലക്ട്രൽ ബോണ്ട് കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണെന്ന് പറഞ്ഞ് വിധിച്ചു. ഇലക്ട്രൽ ബോണ്ടിൽ ഒരു ഗുണമുണ്ടായിരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടി ആരുടെ നിന്ന് കാശ് മേടിച്ചു കഴിഞ്ഞാലും അത് എത്ര വാങ്ങി എത്ര കൊടുത്തു എന്നൊക്കെയുള്ള കണക്ക്
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ഈ രണ്ടുപേരിലും ഉണ്ടാകും. കോടതിക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു വരുത്താം. ലോവർ കോർട്ടിന് വിളിച്ചു വരുത്താം, ഹൈക്കോടതിക്ക് വിളിച്ചു വരുത്താം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അഴിമതി കേസ്, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേസുകളെല്ലാം നേരെ ഹൈക്കോടതിയിലാണ് പോകുന്നത്. ഹൈക്കോടതി വിളിച്ചു വരുത്തുകയാണ്, എനിക്ക് അറിയണം, ഇത്ര കൊണ്ടുപോകാ റെക്കോർഡ് ഇവിടെ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ റെക്കോർഡ് വരുമായിരുന്നു. സുപ്രീം കോടതി എന്ത് ചെയ്തു? റെക്കോർഡ് അങ്ങോട്ട് ഇല്ലാതെയാക്കി, വലിയ മാന്യന്മാരായി. ഇപ്പോൾ ആർക്കും എവിടെ നിന്നും കാശ് വാങ്ങാം, ഒരു റെക്കോർഡും വേണ്ട. ഈ CPM ആണ് അതിൽ വലിയ വാശി പിടിച്ച്. CPM ആ കേസിൽ കക്ഷിയായിരുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ നിരോധിക്കണം, നിരോധിച്ചു. ഇപ്പം എന്തായി? ആരെവിടെ നിന്ന് എത്ര കാശ് മേടിക്കുന്നൊന്നും ഒരു കണക്കുമില്ല. എന്തെങ്കിലും കണക്കുണ്ടോ? കംപ്ലീറ്റ് കള്ളപ്പണത്തിലായി. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിവിടെ ഡെമോക്രാറ്റിക് റിഫോംസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു NGO തുടങ്ങിയിട്ട് എനിക്ക് കാശ് വരുന്നു. സുനിലിൻ്റെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് ഞാൻ ആ കാശ് ഉപയോഗിക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കണക്കില്ല, കുമ്മട്ടിക്കയില്ല, ഒന്നുമില്ല. ഈ റിഫോംസ് ഒരു സോറോസിൻ്റെ സംഘടനയാണെന്നാണ് പറയുന്നത്. അതെ, അവർക്ക് പല സംഘടനകളും. അതിൻ്റെ ഒരു കിങ് പിന്നാണ് നമ്മളെ പ്രശാന്ത് ഭൂഷൺ. എല്ലാ NGOയും പോയി അവസാനിക്കുന്നത് പ്രശാന്ത് ഭൂഷണിലാണ്. ഒന്നുകിൽ പ്രശാന്ത് ഭൂഷൺ അതിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ അഡ്വൈസർ ടു ദ ചെയർമാൻ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പർ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇൻ സുപ്രീം കോർട്ട്. ഇങ്ങനെ പ്രശാന്ത് ഭൂഷൺ ഒരു 110 NGOയിൽപ്പെട്ട ആളാണ്. പ്രശാന്ത് ഭൂഷൺ, ഇന്ദിരാ ജയ്സിംഗ്, വൃന്ദ ഗ്രോവർ, ദുഷ്യന്ത് ദവേ, കോളിൻ ഗോൺസാൽവസ്. ഇപ്പോൾ തുരപ്പന്മാരിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് കോളിൻ ഗോൺസാൽവസ്. അദ്ദേഹമാണ് ഈ റോഹിംഗ്യൻ കുട്ടികൾക്ക് പ്രവേശനം വേണമെന്ന് കേസ് അത് മാത്രമൊന്നുമല്ല, അയ്യോ ഭയങ്കരമായ കളിയാണ് കോളിൻ ഗോൺസാൽവസിൻ്റെ. ഇവർക്ക് ചേർന്ന കുറേ ജഡ്ജിമാർ. ഈ ജഡ്ജിമാർ ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും. ബട്ട് ഈ കേസ് വരുമ്പോൾ അവരുടെ കമൻ്റ് ഉണ്ടല്ലോ, ഓപ്പൺ കോർട്ടിൽ കമൻ്റ് അടിച്ചിട്ട് സൂപ്പർ ഹീറോ ആകുക. അവസാനം ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ ഒന്നും കാണില്ല. അതാണ് നമ്മുടെ ബുൾഡോസർ ജഡ്ജ്മെൻറ്റ്, ആർട്ടിക്കിൾ 370 ജഡ്ജ്മെൻറ്റ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതൊക്കെ സുപ്രീം കോടതി ശരിവയ്ക്കുകയായിരുന്നു. പിന്നെ എന്തിനായിരുന്നു അത് അഡ്മിറ്റ് ചെയ്യാൻ നേരത്തെ ചില കമൻറ്റുകൾ? ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ CAA സമരം നടന്നു, ഭീകരമായ സമരം. ഇപ്പോൾ CAA നിലവിൽ വന്നു. ഇപ്പം എന്താ സമരം ഇല്ലാത്ത? അന്ന് ആ ആക്ട് പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ സമരം. ചട്ടങ്ങൾ വരാൻ താമസിച്ചു. ചട്ടങ്ങൾ വരാൻ താമസം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അമിത് ഷായെ, നിസാറിനായി ഞാൻ വരെ വിമർശിച്ചു. ഇതെന്താ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നു? ഒടുവിൽ ചട്ടങ്ങൾ വന്നു. അതനുസരിച്ച് ആളുകൾക്ക് പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. ആരെയും പാകിസ്ഥാനിലേക്ക് വിടുന്നു. പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ ഇത് നടപ്പില്ല. കേരളത്തിൽ നടപ്പാക്കാൻ നിങ്ങളല്ലേ ഇത് നടപ്പാക്കേണ്ടത്, കേന്ദ്രമല്ലേ. അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 27 പേരെ മുനമ്പത്ത് നിന്ന് പിണറായി വിജയൻ്റെ പോലീസ് പിടികൂടി. എന്തിന് പിടികൂടി? അവർ അപ്പം തന്നെ സ്വീകരിച്ച് പൗരത്വമൊക്കെ കൊടുത്ത് ഇരുത്തണ്ടേ? റോഹിംഗ്യനോ അല്ലെങ്കിൽ ബംഗ്ലാദേശിയോ ആരാണെങ്കിലും കൊണ്ടുപോയി ഡിറ്റൻഷൻ സെൻറ്ററിൽ ഇട്ടിരിക്കുക. പിണറായി കഴിഞ്ഞ ദിവസം മറ്റൊന്നോട് പറഞ്ഞു, വഖഫ് ഭേദഗതി കേരളം അംഗീകരിക്കില്ല. പിണറായി അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ നോട്ടടിക്കില്ല. നോട്ടടിക്കാൻ അങ്ങനെ അധികാരമില്ല, പിന്നെ എങ്ങനെയാണ് നോട്ടടിക്കുക? അടിച്ചാൽ അത് കള്ളനോട്ടാവും. ടി.ജി, എൻ്റെ ഒരു സംശയം, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ വിദേശ രാജ്യം ഇടപെടുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. അതിന് ഫണ്ട് കൊടുത്തുവെന്ന് അമേരിക്ക സമ്മതിക്കുന്നു. ഇനി ഫർദറായിട്ട് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതല്ലേ? ആണ്, തീർച്ചയായിട്ടും ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഇത് വാങ്ങി പൂട്ടുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഇല്ലീഗാലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇവൻ്റെ കച്ചവടം പൂട്ടിപ്പോകും എന്നുള്ളതല്ലാതെ അവനെ ശിക്ഷിക്കാനോ പിടിക്കാനോ മാർഗം ഉണ്ടാവില്ല. കാരണം ഈ വന്ന പൈസ ലീഗലായിട്ട് ത്രൂ RBI ഒക്കെയാണ് ഈ പൈസ വന്നിരിക്കുന്നത്. സോ ഇല്ലീഗൽ അതിനകത്തൊന്നുമില്ല. അവരിപ്പോൾ സോഴ്സിൽ അവർ കട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തതല്ല, വരവ് നിലച്ചതാണ്. അല്ലാതെ ഇവിടെ വരുമ്പോൾ ഇവിടെ അവനെ പിടിച്ചതല്ല. അങ്ങനെ പിടിച്ചതാണ് നമ്മൾ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ, ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഇപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ? 10 വർഷം മുമ്പാണെങ്കിൽ സുനിൽ ആലോചിച്ച് നോക്ക്, ഈ അമേരിക്കയിൽ നിന്ന് വിലങ്ങ് വെച്ച് ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് ആംനസ്റ്റി ഇൻ്റർനാഷണൽ സുനിലിനെ വഴിയിലിട്ട് തല്ലിയാൽ ഇരിക്കട്ടെ നിനക്ക് 2 എണ്ണം എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ പെർഫോമൻസ്. ഇപ്പോൾ ആ സാധനം ഇല്ല. ഇവിടുന്ന് കൂടും കൊടുക്കൊക്കെ ആയിട്ട് പോയി. ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ ഇല്ല.
അവർക്കും പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ഒന്നും വേണ്ട. ആകെ നരേന്ദ്രമോദി ചെയ്ത് അവരോട് കണക്ക് കാണിക്കുക എന്ന് പറഞ്ഞു. അല്ല, ബൈഡൻ സർക്കാരിന് ഇന്ത്യയായിട്ട് നല്ല ബന്ധമുണ്ടെന്നൊക്കെ ഭാവിക്കുമ്പോഴും ഇന്ത്യയിൽ രാഷ്ട്രീയമായി നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കണം, രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണമെന്നായിരുന്നു താല്പര്യം എന്ന് വ്യക്തമാകുന്നുണ്ടോ ഇതിൽ നിന്ന്? അല്ല, അത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. മോദിയും ബൈഡനും തമ്മിൽ അത്ര നല്ല ഫ്രീക്വൻസിയിലൊന്നും ആയിരുന്നില്ല. ഈവൻ ട്രംപുമായിട്ടും ഫ്രീക്വൻസിയൊക്കെ ഉണ്ട്. പക്ഷേ ട്രംപിൻ്റെ താല്പര്യം അയാളുടെ അമേരിക്ക സംരക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഇന്ത്യക്ക് എന്തെങ്കിലും സൗജന്യം വാരിക്കോരി കൊടുക്കാനല്ല. അത് നമ്മുടെ കാർന്നോർക്കും അറിയാം. ട്രംപിന് ബിസിനസ് താല്പര്യമാണ്. ഒരു പരിധിയിൽ കവിഞ്ഞിട്ട് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ട്രംപ് F-35 തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കൊടുക്ക് ചേട്ടാ മേടിക്കാനുണ്ട്. അതേസമയം കാർന്നൂർ പോയിട്ട് വീണ്ടും റഫാൽ ഓർഡർ ചെയ്തതാണ്. അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പേ ഫ്രാൻസിൽ പോവുകയും അടുത്ത ഒരു ലോട്ട് റഫാലിന് കരാർ എഴുതുകയും, ഇത് ഈ റഫാൽ M എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ നേവിക്ക് വേണ്ടി 26 നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ 26 മറ്റാണ് വീണ്ടും റഫാൽ ഫിനിഷ്ഡ് റഫാലിന് ഓർഡർ ചെയ്തിട്ട്, എന്നിട്ടാണ് പുള്ളി ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ട്രംപ് F-35 പ്രൊപ്പോസൽ വയ്ക്കുന്നത്. നമ്മുടെ കാരണമൊന്നും വേണ്ടിയില്ല. പക്ഷേ നമ്മളുടെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് പറഞ്ഞു അതൊരു പ്രൊപ്പോസലാണ്, ഞങ്ങൾ പരിശോധിക്കാം എന്ന് പറഞ്ഞു. കാരണം നമുക്കിപ്പോൾ അത്യാർത്ഥി പിടിച്ച് F-35 വാങ്ങേണ്ട കാര്യമില്ല. Su-57 പുടിൻ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. Fu-57E. അപ്പോൾ മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ളത് കൂടുതലും റഷ്യൻ വിമാനങ്ങളാണ്. ഈ പുതിയൊരു വിമാനം അതിന് നടുക്കൊണ്ടുവന്ന് ഇതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യണ്ടേ. അത് ഒരു പ്രയാസപ്പെട്ട കാര്യമാണ്. അപ്പോൾ F-35 വലിയ ഫൈറ്റർ ജെറ്റാണ്, ഒരു സംശയമില്ല. 5th ജനറേഷൻ നമ്പർ 1 ഫൈറ്റർ ജെറ്റാണ് ലോകത്തിലെ. ബട്ട് അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം അതിൻ്റെ കൂടെ 110 കണ്ടീഷനുണ്ട്. നിങ്ങളിത് ഏത് രാജ്യത്തിന് എതിരെ ഉപയോഗിക്കാൻ പോകുന്നോ ഞങ്ങളുടെ പെർമിഷൻ ആദ്യം വാങ്ങണം. അപ്പം നമ്മൾ വിചാരിക്കും വിമാനം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ പെർമിഷൻ്റെ ആവശ്യമില്ല, നമ്മളങ്ങ് പോയാൽ പോരെ. അങ്ങനെ പോവില്ല. ടേക്ക് ഓഫ് ചെയ്യില്ല വിമാനം, പറക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ഉടക്കാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്തിട്ട് പിന്നെ ട്രംപിന് മുമ്പിൽ ഹാജരായി എന്തായിട്ട് F-35 ആലോചിക്കാം. നല്ല കാര്യം. താരിഫ് മറ്റുള്ളവർക്കൊക്കെ 25%, ചൈനയ്ക്ക് 25%, കാനഡയ്ക്ക് 25% എന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ കാര്യത്തിൽ എന്താ? റെസിപ്രോക്കേറ്റീവ് താരിഫാണ്. നിങ്ങൾ എത്ര താരിഫ് എനിക്ക് അടിക്കുന്നോ അത്രയും താരിഫ് ഞാൻ നിങ്ങൾക്ക് അടിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതിനർത്ഥം WTO എന്ന് പറയുന്ന പ്രസ്ഥാനം തീർന്നിരിക്കുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുവരും. അതിൻ്റെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ഇപ്പം അതിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതിന് മുമ്പൊരു സാധനം ഉണ്ടല്ലോ, ഗാട്ട്. അതെ, ഗാട്ട് കരാറിനെ തുടർന്ന് നിലവിൽ വന്നതാണ് WTO 1994 ജാനുവരി 1. അപ്പോൾ അന്ന് ഇതില്ലാതെ പറ്റില്ല. ലോകം മുഴുവൻ ഒറ്റ ഗ്രാമം അത് ഇത്. ഇപ്പോൾ ട്രംപ് പറയുന്നു നിൻ്റെ ഗ്രാമമൊന്നും ഗ്രാമമല്ല, എൻ്റെ ഗ്രാമം മാത്രമാണ് ഗ്രാമം. നമ്മളും ഇപ്പോൾ തിരിച്ചു പോയി, ശരി നിൻ്റെ ഗ്രാമം നിൻ്റെ കയ്യിൽ, എൻ്റെ ഗ്രാമം എൻ്റെ കയ്യിൽ. അപ്പോൾ ട്രംപ് പറഞ്ഞു നീ എനിക്ക് എത്ര ഡ്യൂട്ടി അടിക്കുന്നോ അത്രയും ഡ്യൂട്ടി ഞാൻ അടിക്കും. അടിച്ചോ. കാരണം ഇപ്പം നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ് നമ്മളുടെ അഡ്വാൻറ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അറൗണ്ട് 3.5% കൂടുതലാണ്. അതായത് നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കുറവാണ് അമേരിക്ക ഇങ്ങോട്ട് തരുന്നത്. അപ്പം അത് അമേരിക്കയ്ക്ക് ചെറിയൊരു കയ്പായിട്ട് കിടക്കുന്നു. ബട്ട് 3.5% വലിയൊരു കാര്യമൊന്നുമല്ല. കാരണം ചൈനയുമായിട്ട് അമേരിക്കയ്ക്കുള്ള ട്രേഡ് ഡെഫിസിറ്റ് 32%. നമ്മളുടെ 3.5 ഇവിടെ കിടക്കുന്നു, ചൈനയുടെ 32 ഇവിടെ കിടക്കുന്നു. അപ്പം ചൈനയാണ് അവരുടെ മുഖ്യമായ ടാർഗറ്റ്. ഭാരതം ആസ് ഈസ് വേരിയസ് കണ്ടീഷനിൽ ഇങ്ങനെ പോകും. ബട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അവർ സോഴ്സിൽ അവർക്ക് ചിലവ് കുറയ്ക്കുക എന്നുള്ളത് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടല്ല ഡോജ് ഇത് ചെയ്തിരിക്കുന്നത്, അവരുടെ ചിലവ് കുറയ്ക്കാൻ. അവർ പറയുന്നുണ്ട്, എലോൺ മസ്ക് പറഞ്ഞു കേട്ടോ, അവിടുത്തെ അമേരിക്കയിലെ നികുതിദായകൻ്റെ പണം എടുത്ത് ലോകത്ത് ചില പരിപാടികൾ നടത്താൻ ഇനി പറ്റില്ല എന്ന് അവർ തീരുമാനിച്ചു. അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് നന്നാക്കുന്നവൻ, ജനാധിപത്യം നന്നാക്കുന്നവൻ, പൗരാവകാശത്തിന് വേണ്ടിയിട്ട് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നവൻ, ഇവനെല്ലാം അതിൽ പെടും. ഒരു വെട്ടുമ്പോൾ അതിനകത്ത് എല്ലാവരും പെടും. ഇതിനകത്ത് പെട്ടെന്ന് ഈ അലിഗേഷൻ വന്നതിന് ശേഷം, അലിഗേഷൻ അല്ല, ഈ ഫണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആളുകളുടെ മുന്നിലേക്ക് വരുന്ന ചിത്രം വലിയ ആഘോഷപൂർവ്വം വളരെ ലക്ഷൂറിയസ് ആയിട്ട് നടത്തിയ ഭാരത് ജോഡോ യാത്രയാണ്. അതിൻ്റെ കൂടെ ആ ഷെട്ടി ഉണ്ടല്ലോ, സോറോസിൻ്റെ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റ്, അയാൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉടനീളം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന അമേരിക്കൻ ഫണ്ട്
ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന ഫണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ഉപയോഗിക്കപ്പെട്ടോ എന്നൊരാശങ്കയാണ് പൊതുവിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്, ഉം. വലിയ പ്രയാസമാണ്. ഉം. നമ്പർ 2, ഇതുകൊണ്ട് അത് നിന്നു എന്നും വിചാരിക്കേണ്ട. ഉം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഉം. അവർ ട്രംപിനെയും വശത്താക്കും, ട്രംപുമായിട്ട് ഉടക്കാനൊന്നും അവർ പോവില്ല. ഉം. ട്രംപിനെ കൂടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാക്കും. ഉം. എന്നിട്ട് മറ്റു രീതിയിൽ നമ്മളെ സ്വാധീനിക്കാൻ നോക്കും. ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക്, ഉം. കുറേ പരിപാടികളുണ്ടല്ലോ. ഇപ്പോൾ ഇലോൺ മസ്ക് ആഫ്റ്റർ ഓൾ അയാൾ അമേരിക്കൻ താല്പര്യം നോക്കുന്ന ഒരാളാണ്. അയാളെ കൂടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിന് ആശ്വാസമായി. അപ്പോൾ അവർക്ക് ആയുധ കച്ചവടം, ഫാർമ കച്ചവടം, ഇതൊക്കെയാണ് ഈ വാസ്തവത്തിൽ ഡീപ് സ്റ്റേറ്റ് എന്താ, കച്ചവട താല്പര്യമുള്ള ഭീമന്മാരുടെ അവരുടെ ഈ CSR ഫണ്ട് പോലത്തെ ഫണ്ട് വെച്ചുള്ള ഫൗണ്ടേഷൻസ്, അതുവഴി അവർ ഓരോ രാജ്യത്തെയും ടെൻഡർ ഹുക്സിൽ നിർത്തി എപ്പോൾ വേണമെങ്കിലും ഭരണം തെറിക്കും, ചിലതൊക്കെ തെറിപ്പിക്കും. ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് ഡീപ് സ്റ്റേറ്റ്. അപ്പോൾ അത് ഇയാൾ ട്രംപും പെട്ടെന്നൊന്നും ഇല്ലാതാക്കില്ല. കാരണം അതൊരു ആവശ്യമുണ്ട്, അതൊരു വെപ്പണാണ്. അതുകൊണ്ട് അയാളത് കളയൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഭാഗം കൂടുതൽ സ്ട്രിക്റ്റ് ആകുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക, അതാണ് ഇതിനുള്ള. ഏതായാലും ഈ അമേരിക്ക ഇപ്പോൾ തുറന്നു പറഞ്ഞ $21 മില്യൺ ഇന്ത്യയിൽ എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്ന് ഒരു അന്വേഷണം നടക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടല്ലേ? യെസ്, തീർച്ചയായിട്ടും. അത് ഒരു പക്ഷേ ആരെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയാം. ഏതായാലും BJP കിട്ടിയിട്ടില്ല എന്ന് BJP പറയുന്നുണ്ട്. BJP എന്തിനാ അമേരിക്ക കാശ് കൊടുക്കാൻ, ഭരണമാറ്റം ഉണ്ടാകാൻ? അല്ല, ഈ 21 മില്യൻ്റെ ഒരു വിഹിതം BJP കിട്ടിയിട്ട് വേണ്ട JP നഡ്ഡയ്ക്ക് കഞ്ഞി കുടിക്കാൻ. അവരുടെ കയ്യിൽ കാശുണ്ട് ഇഷ്ടം പോലെ. ഇന്ത്യയിലെ ഭരണകക്ഷിയാണ്, ഏറ്റവും വലിയ പണക്കാരുമാണ്. വാസ്തവത്തിൽ ഞാൻ പറയുന്നത്, ഈ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതാക്കിയതിലൂടെ വലിയ ആശ്വാസം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായി. അതിലേറ്റവും കൂടുതൽ കാശ് പിരിക്കുന്ന BJPക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആശ്വാസമായിരിക്കും. ഇനി ആ ഒരു പേടി വേണ്ട, ആരോടും കണക്ക് പറയണ്ട. അത് വാസ്തവത്തിൽ അതൊരു ഡേഞ്ചറസ് ജഡ്ജ്മെൻ്റാണ്. എന്തുകൊണ്ട് സുപ്രീം കോടതി അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. BJPയെ സഹായിച്ചതാണോ? ആവാം. സർക്കാരിനെ തോൽപ്പിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് അത് ചെയ്തത്. ഫണ്ടമെൻ്റൽ റൈറ്റിനേക്കാൾ വലുതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല, അങ്ങനെ ചെയ്ത് ആ കൂടെ വഷളാക്കി. ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ അമേരിക്കയിൽ നിന്ന് വലിയ ഹ്യൂജ് ഫണ്ട് വന്നിട്ടുണ്ട്. അമേരിക്ക തന്നെ പറയുന്നു വന്നുകൊണ്ടിരുന്നു. അത് നിന്നുപോയി. അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ വാർത്താമാധ്യമങ്ങളിലൊന്നും ഇത് വാർത്തയല്ല. നാഷണൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട്. സുനിലെ, ഒരാളിൻ്റെ വരുമാനം നിന്നുപോയാൽ അയാൾ പുറത്ത് പറയില്ല. അത് അയാളൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമല്ലേ? അപ്പോൾ വാർത്താമാധ്യമങ്ങൾ ഈ വാർത്ത ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടി ചേട്ടാ എന്നവർ പറയുമോ? അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? അല്ലെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളുടെ കൂട്ടത്തിൽ മാധ്യമങ്ങളും പെടുമല്ലോ. അവരാണ് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം, ഒരാൾ ജയിക്കും തോൽക്കും എന്നൊക്കെയുള്ള അന്തരീക്ഷം, ഇതൊക്കെ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളാണ്. അഥവാ അങ്ങനെയാണെന്ന് അവർ വിചാരിക്കുന്നു. അപ്പം അവർക്കൊരു തിരിച്ചടി കിട്ടിയെന്ന് അവർ തന്നെ പറയില്ല. ഏതായാലും അന്വേഷണം വരട്ടെ, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.